സ്വർണ്ണ വ്യാപാരിയിൽ തുടങ്ങി ഡാൻസും പാട്ടും റീൽസുമൊക്കെയായി സെലിബ്രിറ്റി പരിവേഷം നിറഞ്ഞ ജീവിതമായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റേത്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി എന്തു പേക്കൂത്തും കാട്ടുന്നുവെന്ന വിളിപ്പേര് ഒരു അലങ്കാരമായി കൊണ്ടു നടന്നയാൾ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ബോബിക്കുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കിരകളായ സ്ത്രീകളേറെ. ചായക്കടയിൽ കയറി അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് അയാൾ പറഞ്ഞ വൃത്തികേടുകൾ മലയാളി കേട്ടതാണ്. ഒടുവിൽ ഒരു ഹണി റോസ് വേണ്ടി വന്നു അയാളെ തളയ്ക്കാൻ. വ്യാഴാഴ്ച രാത്രി മുതൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബിയുടെ താമസം. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പട്രോളിൽ. ആദ്യം സ്വാഗതം. പണത്തിന്റെ ഹുങ്കിൽ സ്ത്രീകളെ എന്തും പറയാമെന്ന അഹങ്കാരത്തിന്റെ നെറുകയിൽ കിട്ടിയ അടി. അതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസം. ഹണി റോസ് പരാതിയുമായി രംഗത്തെത്തിയപ്പോൾ അത് വലിയ കാര്യമായി കാണാതിരുന്ന ബോബി കോടതി റിമാൻഡ് ചെയ്തപ്പോൾ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു. കാക്കനാട് ജില്ലാ ജയിലിന്റെ എ ബ്ലോക്കിൽ 1-ാം നമ്പർ സെല്ലിലാണ് ഇപ്പോൾ ആ വ്യവസായ പ്രമുഖന്റെ താമസം. കൂട്ടിന് ഗുണ്ടകളും മോഷ്ടാക്കളുമായ റിമാൻഡ് പ്രതികൾ. മറ്റ് സ്ത്രീകളെ അധിക്ഷേപിച്ചതിന്റെ തെളിവുകൾ ശേഖരിച്ച് ബോബിക്ക് കുരുക്കുമുറുക്കുകയാണ് പോലീസ്. അതിനിടെ ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നടി ഹണി റോസ് പരാതി നൽകി. രാഹുലിന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സംഘടിത ആക്രമണം നടക്കുന്നെന്നാണ് നടിയുടെ പരാതി. ബുധനാഴ്ച രാവിലെ നാടകീയ നീക്കങ്ങളിലൂടെയാണ് വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്ന് രാത്രി കഴിഞ്ഞത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടാണ് ഹണി റോസിന്റെ പരാതിയെന്ന വാദം തള്ളിയ പോലീസ് പഴുതടച്ച നീക്കങ്ങളിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലെത്തിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:45ഓടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവുമായി 1 മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദം. കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ കോടതി പക്ഷേ ഉടൻ വിധി പറഞ്ഞില്ല. പിന്നെ വിധിക്കായി കാത്തിരിപ്പ്. കോടതി മുറിക്ക് സമീപം കുടുംബാംഗങ്ങളും സുഹൃത്തുക്കൾക്കുമൊപ്പം നിൽക്കുകയായിരുന്നു ഈ സമയം ബോബി ചെമ്മണ്ണൂർ. 4:45ഓടെ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവം. കാലിലെ വേദനയും നടുവേദനയുമല്ലാതെ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നേരത്തെ കോടതിയോട് പറഞ്ഞ ബോബി വിധി കേട്ടപ്പോൾ തളർന്നു. രക്തസമ്മർദ്ദം ഉയർന്നു. പിന്നാലെ ദേഹാസ്വാസ്ഥ്യവും. കോടതി മുറിയിൽ വിശ്രമിക്കാൻ ബോബിക്ക് കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റിയപ്പോൾ പോലീസ് വാഹനം തടഞ്ഞ് ബോബി ഫാൻസിന്റെ പ്രതിഷേധം. കൃത്യമായ വൈദ്യപരിശോധന നടത്തിയില്ലെന്നും അവർ ആരോപിച്ചു. ഒരു ഫാന് ലൈറ്റ് ഇല്ലാത്ത റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുകയും ഞങ്ങൾ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്നേ സാറേ അത് ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ റൂമിൽ ഡോറിൽ കൊണ്ടുപോകാണ് ഉണ്ടായത്. പ്രഥമ ദൃഷ്ട്യാ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അനുവാദമില്ലാതെ പരാതിക്കാരിയുടെ ശരീരത്തെ സ്പർശിച്ചു. അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തി. ലൈംഗിക ഉദ്ദേശത്തോടെ നിരന്തരം ഇടപെട്ടു. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന പോലീസ് വാദവും കോടതി അംഗീകരിച്ചു. വ്യാഴാഴ്ച 7 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. അടുത്ത ദിവസം ജാമ്യം തേടി ഹൈക്കോടതിയിൽ. അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതു ഇടങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേയെന്നും ആരാഞ്ഞു. ഹർജിക്കാരൻ ചൊവ്വാഴ്ച വരെ ജയിലിൽ സുരക്ഷിതമായിരിക്കുമെന്ന് പരിഹസിച്ച കോടതി വിശദീകരണം നൽകാൻ പോലീസിന് സമയം നൽകി. ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. സ്വർണ്ണ വ്യാപാരിയിൽ തുടങ്ങി ഡാൻസും പാട്ടും റീൽസും ഒക്കെയായി സെലിബ്രിറ്റി പരിവേഷം നിറഞ്ഞ ജീവിതം. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി എന്ത് പേക്കൂത്തും കാട്ടുന്നവനെന്ന വിളിപ്പേര്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകാൻ അഭിമുഖങ്ങളിലും പൊതുവേദികളിലും അശ്ലീല പരാമർശങ്ങളുടെ പരമ്പര. ആരാധകരുടെ അതിരുകടന്ന ആവേശത്തിൽ സ്വയം മതിമറന്നതാണ് ബോബി ചെമ്മണ്ണൂരിന് വിനയായത്.
ഉദ്ഘാടന പരിപാടിക്കെത്തുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തെ അടക്കം അടിസ്ഥാനമാക്കി സമൂഹ മാധ്യമങ്ങളിൽ വലിയ അധിക്ഷേപമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി ഹണി റോസ് നേരിട്ടുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിൽ നടി ഉദ്ഘാടനത്തിന് എത്തുന്നതും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്തത്. ഇത് വിവാദമായതോടെ പിന്നീട് അതിനെ ന്യായീകരിക്കുകയും കൂടുതൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്ത് ബോബി തന്നെ രംഗത്ത് വന്നു. അപ്പോഴും ഇത് അറസ്റ്റിലേക്കോ റിമാൻഡിലേക്കോ പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല. തുടർന്നാണ് നടി പരാതി കൊടുത്തതും പോലീസ് വളഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിലേക്കും എത്തിയത്. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നടി ഹണി റോസ് പരാതി നൽകി. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തിയാണ് ഹണി റോസ് പരാതി നൽകിയത്. രാഹുലിന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സംഘടിത ആക്രമണം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു. താനും കുടുംബവും കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും ഹണി റോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. നടി പരാതി നൽകിയതോടെ മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോപണം നിഷേധിച്ച രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കി. ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ എത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം. ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിംഗ് ചെയ്തെന്ന് കാണിച്ചാൽ അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം. സോഷ്യൽ ഓഡിറ്റ് ഉയരണം. ഹണി റോസിന്റെ സാരിയെ അല്ല, ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം. ഹണി റോസിന്റെ ശരീരത്തെ അല്ല. എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ ദിവസവും ചീത്തകൾ കേൾക്കുന്ന എനിക്ക് ഹണി റോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും. ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത്. പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. അതേസമയം ബോബി ചെമ്മണ്ണൂരിന് കൂടുതൽ കുരുക്കുമുറുക്കുകയാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തിയ അശ്ലീല പരാമർശ വീഡിയോകൾ കോടതിയിൽ ഹാജരാക്കും. ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബിക്കെതിരെ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു. വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ മറ്റ് നടിമാർക്കെതിരെയും അഭിമുഖം നടത്തുന്നവർക്കെതിരെയും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ലൈംഗിക അധിക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന പരാതികൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഇത്തരം ഒട്ടേറെ വീഡിയോകളും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവ പരിശോധിച്ച് കൂടുതൽ കേസുകൾ എടുക്കാൻ സാധിക്കുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കാക്കനാട് ജില്ലാ ജയിലിന്റെ എ ബ്ലോക്കിൽ 1-ാം നമ്പർ സെല്ലിൽ മറ്റ് 5 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ബോബി. ബന്ധുക്കളുടെയും അഭിഭാഷകരുടെയും സന്ദർശനവും ജയിലിലെ ചിട്ടവട്ടങ്ങളുമായി ബോബി ചെമ്മണ്ണൂർ ശാന്തനാണെന്നാണ് ജയിൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ജയിൽ ജീവിതം എങ്ങനെയെന്നറിയാൻ 2018-ൽ തെലങ്കാനയുടെ ഫീൽഡ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബോബി സംഗറഡി ഹെറിറ്റേജ് ജയിലിൽ കഴിഞ്ഞിരുന്നു. 500 രൂപ ഫീസ് അടച്ചായിരുന്നു അന്നത്തെ ജയിൽവാസം. ജയിലിൽ കഴിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് 15 വർഷം മുമ്പ് കേരള പോലീസിനെ സമീപിച്ചെങ്കിലും ആവശ്യം നിഷേധിച്ചതോടെയാണ് പിന്നീട് തെലങ്കാന ജയിലിൽ കഴിഞ്ഞത്. അന്ന് പണം കൊടുത്ത് ജയിൽ ജീവിതം ആസ്വദിച്ച ബോബി ചെമ്മണ്ണൂർ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ജയിലിലായത്. RP 8683 ആണ് ബോബി ചെമ്മണ്ണൂരിന്റെ നമ്പർ. കിടക്കുന്നത് പായ വിരിച്ച് തറയിൽ. ഭക്ഷണം സഹതടവുകാർക്കൊപ്പം. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പൊതുബോധത്തെ ആകെ വെല്ലുവിളിച്ച ബോബി ചെമ്മണ്ണൂർ അഴിയെണ്ണുമ്പോൾ അത് ഇത്തരം ചിന്താഗതിക്കാർക്കെല്ലാം ഒരു പാഠമാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 2 പെൺകുട്ടികൾ കേരളത്തിന് തീരാവേദനയാണ്. 9ഉം 13ഉം വയസ്സുള്ള ആ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. 2017 നടന്ന കേസിൽ 8 വർഷത്തിനു ശേഷം പെൺകുട്ടികളുടെ മാതാപിതാക്കളെ CBI പ്രതി ചേർത്തിരിക്കുന്നു. പ്രേരണക്കുറ്റം ചുമത്തിയാണ് CBI തിരുവനന്തപുരം യൂണിറ്റ് കൊച്ചി CBI 3-ാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. CBIയുടെ ആദ്യ പോക്സോ കേസും CBI കോടതിയിൽ വിചാരണയ്ക്കെത്തുന്ന ഇത്തരത്തിലുള്ള ആദ്യ കേസുമെന്ന പ്രത്യേകതയും വാളയാർ കേസിനുണ്ട്. കേരളത്തിന്റെ മനസാക്ഷിയെ മുറിപ്പെടുത്തിയ സംഭവമായിരുന്നു വാളയാറിലെ 2 പെൺകുട്ടികളുടെ ദുരൂഹ മരണം. 2017 ജനുവരി 7-നാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2017 മാർച്ച് 4-ന് ഇതേ വീട്ടിൽ
സഹോദരിയായ 9 വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തുടർന്ന് അന്ന് പാലക്കാട് ASP ആയിരുന്ന ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. മാർച്ച് 12-നാണ് മരിച്ച കുട്ടികൾ പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. സഹോദരിമാരുടെ മരണം ആത്മഹത്യയെന്ന് ചൂണ്ടിക്കാട്ടി 2019 ജൂൺ 22-ന് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ആ വർഷം ഒക്ടോബർ 9-നാണ് കേസിലെ ആദ്യ വിധി വന്നത്. 3-ാം പ്രതിയായ ചേർത്തല സ്വദേശി പ്രദീപ് കുമാറിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2019 ഒക്ടോബർ 25-ന് പ്രതികളായ V മധു, M മധു, ഷിബു എന്നിവരെയും കോടതി വെറുതെ വിട്ടിരുന്നു. വാളയാർ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളെ പ്രതികളാക്കി CBI കുറ്റപത്രം നൽകിയിരുന്നു. ഇത് തള്ളിയ കോടതി വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ അന്വേഷണത്തിലാണ് മാതാപിതാക്കളെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയത്. കുട്ടികൾ ബലാത്സംഗത്തിനിരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല. ഇക്കാരണത്താലാണ് മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിനു പുറമെ പോക്സോ വകുപ്പുകളും IPC വകുപ്പുകളും മാതാപിതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾ ശാരീരിക ചൂഷണത്തിനിരയായിരുന്നത് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നുവെങ്കിലും മാതാപിതാക്കളെ സാക്ഷികളാക്കുകയായിരുന്നു. അതേസമയം വിചിത്രമായ കുറ്റപത്രമാണ് CBI സമർപ്പിച്ചിരിക്കുന്നതെന്ന് വാളയാർ നീതി സമരസമിതി രക്ഷാധികാരിയായ CR നീലകണ്ഠൻ പ്രതികരിച്ചു. മരണം നടക്കുമ്പോൾ മാതാപിതാക്കൾ സ്ഥലത്തില്ല. മക്കളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മാതാപിതാക്കൾ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നും CR നീലകണ്ഠൻ ചോദിച്ചു. വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളും CBIക്കെതിരെ രംഗത്തെത്തി. മക്കളുടെ മരണത്തിൽ CBI അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അവർ പറയുന്നു. അടുത്ത വ്യക്തിയിലെത്താൻ CBIക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അവർ അവസാന ഘട്ടമായിട്ട് ഒരു നാടകീയമായിട്ട് അവസാനമായിട്ട് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനെയൊരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുന്നു. സത്യസന്ധമായിട്ട് കേസ് തെളിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ രാജേഷ് മേനോനെ നമുക്ക് വക്കീലായിട്ട് സർക്കാരാണെങ്കിലും CBI ആണെങ്കിലും തന്നിട്ടുണ്ടാവും. പക്ഷെ അവർ നമ്മളെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പരിചയമില്ലാത്ത ഒരു വ്യക്തിനെ, ഒരു ഫയൽസ് മാത്യൂസ് എന്ന് പറയുന്ന ഒരു വക്കീലിനെ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ട് ഇപ്പോൾ അവസാന ഘട്ടമായിട്ട് അവരുടെ എല്ലാവരുടെയും കൂടാലോചനയുടെ ഭാഗമായിട്ട് അച്ഛനും അമ്മനെയും കുറ്റക്കാരാക്കിക്കൊണ്ട് ഒരു കുറ്റപത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ CBI മൂവ്മെൻറ്റ് 2 വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ അവർ മിനിഞ്ഞാന്ന് വരെ, ഇപ്പോൾ ഇന്നലെ വരെയൊക്കെ എവിടെയായിരുന്നു? അച്ഛനമ്മയും പ്രതികളാണ്. ബലാത്സംഗ കുറ്റം അറിഞ്ഞിട്ട് മറച്ചു വെച്ചത്. അങ്ങനെ അറിഞ്ഞിട്ട് മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കണ്ണീരൊഴുകി നിൽക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ മകൾക്ക് വേണ്ടി. അറിഞ്ഞിരുന്നെങ്കിൽ ഇത് തെരുവിൽ കിടന്നിങ്ങനെ തലമുണ്ടനം ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. എന്നോ സത്യസന്ധമായി അറിഞ്ഞിട്ടപ്പോൾ മകൾ മരിച്ച് അവർ കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ മകൾ മരിച്ചിട്ട് അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇവളത് ഒരുമിച്ചാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അപ്പോഴാണ് അറിയുന്നത് മക്കൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന്. 2017 മുതൽ കൊലപാതകമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കൊലപാതകത്തിനുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു ചെറിയ മകളുടെ ഇതുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു ഇതില്ലാണ്ട് കേസ് അട്ടിമറിച്ചും കൊണ്ടേ നിൽക്കണം. ആദ്യം സോജം വന്നു, അട്ടിമറിച്ചു. പിന്നെ അനന്തകൃഷ്ണൻ വന്നു, കേസ് അട്ടിമറിച്ചു. ഇപ്പോൾ ഉമ്മ വന്നു, അട്ടിമറിച്ചു. എല്ലാം കൂടി സർക്കാരും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് കേസ് അട്ടിമറിച്ചും കൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ സോജന IPS കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു സർക്കാർ. എന്ത് കാരണം കൊണ്ട് കുട്ടികളെ അപമര്യാദയായി പറഞ്ഞത്, എല്ലാം കേസ് അട്ടിമറിച്ചത് ഒക്കെ സോജനാണ്. 7 വർഷമായി രാഷ്ട്രീയ നിയമവൃത്തങ്ങളിൽ ഏറെ വിവാദമുയർത്തിയ വാളയാർ കേസ് CBIയുടെ അന്വേഷണ ചരിത്രത്തിലും പുതിയ അധ്യായമാണ്. CBIയുടെ ആദ്യ പോക്സോ കേസും CBI കോടതിയിൽ വിചാരണയ്ക്കെത്തുന്ന ഇത്തരത്തിലുള്ള ആദ്യ കേസും ഇതാണ്. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമമനുസരിച്ച് നിലവിൽ വന്ന CBIക്ക് പോക്സോ കേസ് അന്വേഷിക്കാൻ അധികാരമില്ലായിരുന്നു. വാളയാർ കേസിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേന്ദ്രം CBI ആക്ടിൽ ഭേദഗതി വരുത്തുകയായിരുന്നു. വിചാരണയ്ക്ക് CBI കോടതിക്ക് അധികാരമില്ലാത്തതിനാൽ കേസ് ആദ്യം അന്വേഷിച്ച CBI സംഘം സ്പെഷ്യൽ പോക്സോ കോടതിയായ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. കേസിൽ കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിച്ച ഹൈക്കോടതി തുടരന്വേഷണത്തിനും പുനർവിചാരണയ്ക്കും ഉത്തരവിട്ടതോടെ CBI കോടതിയെ സ്പെഷ്യൽ പോക്സോ കോടതി കൂടിയാക്കി. കേസ് CBI കോടതിയിലേക്ക് മാറ്റുന്നതിനെതിരെ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. കേസിലെ പ്രായപൂർത്തിയാകാത്ത പ്രതിക്കെതിരെയുള്ള കുറ്റപത്രം
CBI ഡിവൈഎസ്പി എസ് സുമയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അടുത്ത ദിവസം ജുവനൈൽ ജസ്റ്റിസ് കോടതി കൂടിയായ പാലക്കാട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. ന്യൂസ് 18 പാലക്കാട്.